മണ്ണില്ലാതെ പയർ കൃഷി എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൂട്ട്സിൻ്റെ ബോക്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കരിയില കുതിർത്ത് വെച്ചിരിക്കുന്ന കരിയിലയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായി ഇട്ട് അമർത്തി കൊടുക്കണം. പിന്നെ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. ചകിരിയുടെ ഉൾഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് നന്നായി അമർത്തി കൊടുക്കണം. വീടുകളിൽ വരുന്ന വേസ്റ്റ്, മുട്ടത്തോടിൻ്റെ, സവാളയുടെ തൊലി, പഴത്തൊലി ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ അതും ഇതുപോലെ തന്നെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ചാണക സ്ലറി ഉണ്ടാക്കിയതിൽ നിന്നുള്ള ശീമക്കൊന്നയുടെ ഇലയും വാഴയിലയുമാണ്. ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് വീടുകളിലുള്ള ഏതെങ്കിലും പച്ചിലകൾ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് പച്ചിലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് നമുക്ക് കടകളിൽ നിന്നും മേടിക്കാൻ കിട്ടും. ഒരു കട്ടയായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് കൊണ്ടുവന്ന് കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇതുപോലെ നമുക്ക് പൊടിയായിട്ട് കിട്ടും. ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സാണ്. അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തതാണ്. ഏതെങ്കിലും ബോട്ടിലായാലും മതി. അടിഭാഗം കട്ട് ചെയ്തതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തൈകളൊക്കെ വെക്കാനായിട്ട് എളുപ്പമുണ്ടാകും. ഇതിൻ്റെ അടിയിൽ എല്ലാ ഇലകളും എല്ലാം ആയ കാരണം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത തൈകൾ വെക്കാൻ എളുപ്പവുമാണ്. പിന്നെ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൈഡുകളിലൊക്കെ വെച്ച് കൊടുക്കുക. ഇനി വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. വളങ്ങൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇത് വെള്ളത്തിൽ കുതിർത്ത ഇലകൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും കട്ടിയുള്ള ഇലകൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. മാവിൻ്റെ ഇലകൾ, തേക്കിൻ ഇലകളൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത്. ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ജാതിയുടെ ഇലയും റംബൂട്ടാൻ്റെ ഇലയുമാണ്. മുകളിലായിട്ട് കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. വേരുകളൊക്കെ നന്നായി പോവാനായിട്ട് ഈ കമ്പോസ്റ്റ് നല്ലതാണ്. അപ്പോൾ അതേ നമ്മുടെ തൈകൾ നടാൻ പോവാണ്. പയറിൻ്റെ തൈയാണ് നടുന്നത്. അപ്പോൾ ഇതുപോലെ തൈ നട്ട് കൊടുക്കുക. കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കണം. തൈ നടുമ്പോൾ കുറച്ച് വളവും കമ്പോസ്റ്റും ഇട്ട് തൈ നട്ടാൽ മതിയാകും. അതേ നമ്മുടെ തൈയൊക്കെ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബോക്സ് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ അതേ ഐസ്ക്രീമിൻ്റെ ആ ബോക്സാണ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തു മാറ്റിയാൽ മതിയാകും. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അധികം സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പന്തലിടാനും എളുപ്പവുമാണ്. ഈ ബോക്സിൻ്റെ 4 സൈഡിൽ കമ്പുകൾ വെച്ച് വള്ളികൾ കെട്ടി നമുക്ക് ഇതിനെ പടർത്താവുന്നതാണ്. അപ്പോൾ അധികം സ്ഥലമില്ലാത്തവർക്ക് ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗമാണ് ഇങ്ങനെ കൃഷി ചെയ്താൽ.